പറയാനുണ്ടേറെയതു നിന്നോടു മാത്രം, പറയാൻ കഴിയാതെ വിങ്ങുന്നു വാക്കുകൾ. നമ്മൾ മലയാളത്തിലെ മാത്രം എന്നൊരു വാക്കുണ്ട്. ഓക്കെ, അത് ഇംഗ്ലീഷിൽ നമ്മൾ ഓൺലി എന്നൊരു വേർഡില്ലേ, അതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാക്കാണ്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ ഈ ഓൺലി എന്നുള്ള വേർഡ് സെൻറ്റൻസുകളിൽ യൂസ് ചെയ്യുമ്പോൾ പലപ്പോഴും പലരും തെറ്റിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈ വേർഡ് ഏറ്റവും എൻഡിൽ യൂസ് ചെയ്യണത്. ഐ സോ ഹിം ഓൺലി, അങ്ങനെയൊക്കെ ഇടയ്ക്ക് കണ്ണനും പറയാറുണ്ട് അല്ലേ, ലാസ്റ്റ് ഓൺലി എന്നുള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു റൂൾ എന്താ വെച്ചാൽ, എവിടെയാണോ നമുക്ക് സ്ട്രെസ് കൊടുക്കേണ്ടത് ആ സെൻറ്റൻസിൽ, ആ വേർഡിന് തൊട്ട് മുൻപാണ് ഓൺലി എന്നുള്ള വാക്ക് യൂസ് ചെയ്യേണ്ടത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഐ എയ്റ്റ് ഓൺലി 1 donut, ഞാൻ ആകെ ഒറ്റ ഡോണറ്റേ കഴിച്ചിട്ടുള്ളൂ അല്ലേ. അപ്പോൾ 1 എന്നുള്ളതാണ് സ്ട്രെസ് ചെയ്യേണ്ടത്, അതിന് മുൻപാണ് നമ്മൾ ഓൺലി യൂസ് ചെയ്തത്. ഓക്കെ, ഇനി വേറൊരു ഈ സെൻറ്റൻസ് തന്നെ, ഐ ഓൺലി എയ്റ്റ് ഡോണറ്റ്, ഐ ഓൺലി എയ്റ്റ് 1 donut, ഐ ഡിഡ് നോട്ട് ബൈ, ഐ ഓൺലി എയ്റ്റ് 1 donut. അപ്പോൾ എവിടെയാ എയ്റ്റ് എന്നുള്ളത് തന്നെ നമ്മൾ സ്ട്രെസ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനാണ് അതിന് തൊട്ട് മുൻപ് ഓൺലി യൂസ് ചെയ്തത്. അപ്പോൾ എവിടെയാണോ നമ്മൾ സ്ട്രെസ് കൊടുക്കേണ്ടത് അതിന് തൊട്ട് മുൻപാണ് ഓൺലി എന്നുള്ള വേർഡ് യൂസ് ചെയ്യേണ്ടത്. അപ്പം ജനറലി ലാസ്റ്റ് ഈ ഓൺലി എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്ന ഒരു യൂസേജ് എന്നുള്ളത് തെറ്റാണ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ടൈം ഇനി അങ്ങനെ ഇത് തിങ്ക് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. Have a nice day. Thank you. Thank you.